എൻ്റെ ലൈഫിൽ ഈ സാധനം ഞാൻ കണ്ടിട്ടില്ല. അപ്പം എനിക്ക് തോന്നുന്നു ഏറ്റവും കൂടുതൽ ലഹരി നിയമവിധേയമായൊരു സ്ഥലമാണെന്ന് ആംസ്റ്റർഡാം. ഞാൻ അവിടെയും പോയിട്ടുള്ളതാണ്. കാരണം എനിക്കത് ആവശ്യമില്ലാത്തൊരു സ്പേസിലേക്ക് എനിക്ക് ആവശ്യമില്ലാത്ത ഒരാളടുത്തോട്ട് നമ്മൾ പോകാറുണ്ട്. നമുക്ക് ആവശ്യമുള്ള സാധനങ്ങളല്ലേ നമ്മൾ മേടിക്കാറുള്ളത്. അൾട്ടിമേറ്റ്ലി ഒരാൾക്ക് ആവശ്യം വരുമ്പോഴാണ് അതിന് സപ്ലൈസ് വരുന്നത്, ഇല്ലേ? അപ്പോൾ എനിക്ക് ഇഷ്ടപ്പെട്ട ഇപ്പോൾ നമ്മൾ ഫേസ്ബുക്കിൻ്റെ സ്വഭാവം എന്താ, നമുക്ക് ഇഷ്ടമുള്ള സാധനങ്ങൾ നമ്മൾ സെർച്ച് ചെയ്യുമ്പോൾ ഫേസ്ബുക്ക് അതുമായി ബന്ധപ്പെട്ട പരസ്യങ്ങൾ നമ്മുടെ മുമ്പിലേക്ക് വെച്ച് തരും. അപ്പോൾ അതുപോലെ തന്നെ ഓരോ മനുഷ്യൻ്റെ ആവശ്യത്തിനനുസരിച്ച് കച്ചവടക്കാർ കസ്റ്റമേഴ്സിനെ കണ്ടെത്തിക്കൊണ്ടേയിരിക്കും. അപ്പോൾ മലയാള സിനിമയിൽ ഈ ലഹരി ആർക്കാണോ ആവശ്യം അവരുടെ അടുത്തേക്ക് കച്ചവടക്കാർ വരും. ഈ കച്ചവടക്കാരെയാണ് പിടിക്കേണ്ടത്. നമ്മളെപ്പോഴേ ബ്ലോക്ക് ചെയ്യാൻ പറ്റുക? നമുക്ക് തടയണമെങ്കിൽ ഇപ്പം ഷൈൻ സമ്മതിച്ചു എന്ന് പറയുന്നു ലഹരി ഉപയോഗിച്ചിട്ടുണ്ടെന്ന്. അപ്പോൾ എവിടെ നിന്ന് കിട്ടി? ആര് സപ്ലൈ ചെയ്തു? അവനെവിടെ നിന്ന് കിട്ടി? സോഴ്സിലേക്കല്ലേ പോകേണ്ടത്. നമ്മൾ ഇപ്പം ഒരു മരം വളർന്നു വരുന്ന ഒരു മരത്തിനെ നടുവെച്ച് മുറിച്ചാൽ അത് വീണ്ടും പൊട്ടിക്കിളിച്ച് വീണ്ടും വളർന്നു വരും. അത് വേരോടെ പിഴുത് കളഞ്ഞെങ്കിൽ മാത്രമേ അത് ഇല്ലാതാവത്തുള്ളൂ. ഇല്ലാതാക്കുകയാണ് നിങ്ങളുടെ ഉദ്ദേശമെങ്കിൽ അവിടേക്ക് പോകണം. അതല്ല ഇപ്പോൾ ഈ കണ്ടന്റ് കിട്ടി റീച്ചാക്കി ഷൈൻ ടോമിനെ 4 ദിവസം ദ്രോഹിച്ച് കഴിഞ്ഞിട്ട് 5ാമത്തെ ദിവസം അയാളുടെ പുറകെ തന്നെ ഓടാനാണ് ഉദ്ദേശമെങ്കിൽ അതുകൊണ്ട് ഒരു നാട് നന്നാവാൻ പോകുന്നില്ല. അൾട്ടിമേറ്റ്ലി ഒരു നാട് നന്നാവാൻ പോകുന്നില്ല. ഇപ്പോൾ നമ്മുടെ നാട്ടിൽ ആക്ച്വലി ഇപ്പോൾ എക്സൈസ് ഉണ്ട്, പോലീസുണ്ട്. വളരെ കുറച്ച് പേർ മാത്രമല്ലേ നമ്മുടെ നാട്ടിൽ നടക്കുന്ന ക്രൈം വെച്ച് നോക്കുമ്പം അതിൽ വർക്ക് ചെയ്യുന്നുള്ളൂ. അപ്പം നാട് നന്നാവാൻ എന്ത് ചെയ്യണം? ഇവിടെ ഒരു പാരൽ നിയമ സംവിധാനമുണ്ട്. ഏതാ പാരൽ നിയമ സംവിധാനം എന്നറിയാമോ? രക്ഷകർത്താക്കളാൽ അടങ്ങുന്ന ഒരു പാരൽ നിയമ സംവിധാനമുണ്ട്. മക്കളെ നിയന്ത്രിക്കുന്ന രക്ഷകർത്താക്കളല്ലേ. അധ്യാപകരാൽ അടങ്ങുന്ന ഒരു പാരൽ നിയമ സംവിധാനമുണ്ട്. സമൂഹത്തിൽ നടക്കുന്ന തെറ്റ്, ഒരു നാട്ടിൽ നടക്കുന്ന തെറ്റ്, ഈ തെറ്റ് ചൂണ്ടിക്കാണിക്കാൻ ആ നാടിൻ്റെ ഒരു നിയമ സംവിധാനമുണ്ട്. ഇത് നല്ലതിന് വേണ്ടി ഉപയോഗിക്കപ്പെടുമ്പോൾ, അതായത് ഒരു നാടിൻ്റെ നന്മയ്ക്ക് വേണ്ടിയിട്ട് ഈ പാരൽ നിയമ സംവിധാനങ്ങളെല്ലാം ഒരുമിച്ച് പ്രവർത്തിച്ചതിൻ്റെ ഫലമാണ് എന്തെങ്കിലുമൊക്കെ നമ്മുടെ നാട്ടിലുള്ളത്. ഇതെങ്ങനെയാണ് ഇല്ലാതായത്? ഇപ്പം ഒരു നാട്ടിൽ ഒരു പ്രദേശത്ത് 2 പേർ വന്നിരുന്ന്, 2 കമിതാക്കളായിക്കോട്ടെ ആരും ആയിക്കോട്ടെ, അവർ വന്നിരുന്ന് കഞ്ചാവ് അടിക്കുകയോ മയക്കുമരുന്നടിക്കുകയോ ചെയ്യുമ്പോൾ അത് ചോദ്യം ചെയ്യാൻ ആ നാട്ടിൽ ഒരുത്തൻ പോകുന്ന സമയത്ത് അവനെ സദാചാര പോലീസ് എന്നും പറഞ്ഞു അല്ലാതെയും പറഞ്ഞു അവനെ ആക്ഷേപിച്ച് അവനെ കട്ട് ചെയ്യുമ്പോൾ അവിടെ 2 സ്വാതന്ത്ര്യം, അതാണല്ലോ ഇവിടുത്തെ പ്രശ്നം. ഈ സ്വാതന്ത്ര്യം എവിടെ എങ്ങനെയെന്ന് ദൂരം തിരിച്ചറിയത്തില്ല, അതാണ് കുഴപ്പം. അപ്പോൾ ഇവിടെ നമ്മൾ അവിടെ പോയിട്ട് ഇവനെ ഭയപ്പെടുത്തും. അപ്പോൾ അവൻ്റെ കൺമുന്നിൽ തെറ്റ് കാണുമ്പോൾ ചോദിച്ചിരുന്ന ഒരുവനെ സോഷ്യൽ മീഡിയയിൽ വന്നിരുന്ന് കുറേ പുരോഗമന ടീമുകൾ എല്ലാവരും കൂടെ വന്നിരുന്ന് ആക്ഷേപിച്ച് പരിഹസിക്കുമ്പോൾ സംഭവിക്കുന്നത് അവൻ ആ തെറ്റ് ചോദ്യം ചെയ്യേണ്ടെന്ന് വിചാരിക്കുക. അവനെന്താ വേണം? നമ്മളെ കൺമുന്നിൽ നടക്കുന്ന ഇത്തരം പ്രശ്നങ്ങളിൽ ചോദ്യം ചെയ്യുന്നതിൽ നിന്ന് അധ്യാപകർ പിന്മാറി, രക്ഷകർത്താക്കൾ പിന്മാറി. കാര്യം എന്താ? കുട്ടികൾ രക്ഷകർത്താവിൻ്റെ മുഖത്തൊക്കെ ചോദിക്കുക, ഇയാൾ ആരാ എന്നോട് ചോദ്യം ചോദിക്കാൻ? ഇന്ത്യ രാജ്യത്തെ ഭരണഘടന അനുസരിച്ച് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് കൊച്ചു പിള്ളേർ സംസാരിക്കാൻ തുടങ്ങി. കാര്യം എന്താണ് ഭരണഘടനയെന്ന് മനസ്സിലാക്കി കൊടുക്കാതെ ഈ രാജ്യത്ത് എന്തെങ്കിലും ഒരു കാര്യം ഉണ്ടെന്നുണ്ടെങ്കിൽ അതിൻ്റെ നെഗറ്റിവിറ്റി പിള്ളേർക്ക് എത്തിച്ചു കൊടുത്ത് അതിലൂടെ നശിക്കുന്ന ഒരു തലമുറയെ നമ്മൾ സൃഷ്ടിച്ചുകൊണ്ടിരിക്കുകയാണ്. പിന്നെ നമ്മളിത് എങ്ങനെയാണ് ഇത് പരിഹരിക്കാൻ പറ്റുക? ഇത് പരിഹരിക്കണമെങ്കിൽ ഇന്നലകളിൽ ഉണ്ടാവാതിരുന്ന എന്തോ ഒരു കാരണം ഇവിടെ ഉണ്ടായിരുന്നു എന്ന് മനസ്സിലാക്കുക. ആ കാരണത്തിൽ നമ്മൾ സ്വയം ചിന്തിക്കുക, രക്ഷകർത്താക്കൾ ഇടപെടുക. അല്ല പോലീസിനെ കൊണ്ട് ഇപ്പോൾ ഒരു വീട്ടിൽ ഒരു കുട്ടിയുടെ തെറ്റുകൾ കാണാൻ പോലീസിനാണെന്ന് അറിയുന്നത്. അച്ഛനും അമ്മയ്ക്കല്ലേ ആദ്യം പറയാൻ പറ്റുന്നത്. അവൻ ഏറ്റവും കൂടുതൽ സമയം ചെലവഴിക്കുന്ന അച്ഛൻ്റെ അമ്മയുടെക്കാട്ടിയും കൂടുതൽ ഒരു പക്ഷേ സ്കൂളിലായിരിക്കും. അപ്പോൾ ഒരു കുട്ടിയുടെ സ്വഭാവത്തിൽ പെരുമാറ്റ വൈകല്യം ഉണ്ടായിട്ടുണ്ടെങ്കിൽ അതാർക്കും മനസ്സിലാക്കാൻ പറ്റും? അധ്യാപകർക്ക് മനസ്സിലാക്കാൻ പറ്റും. ഈ അധ്യാപകനെ നിശബ്ദനാക്കി കഴിഞ്ഞാൽ അധ്യാപനം എന്ത് ചെയ്യും? അയാൾ ശമ്പളം പേടിച്ച് അയാളുടെ പാടൂരി പോകും. പാഠപുസ്തകത്തിലെ കാര്യങ്ങൾ പഠിക്കും. കുട്ടി എങ്ങനെ ആയിക്കോട്ടെ, നമുക്കെന്തോ വേണം? അപ്പം നമ്മൾ ചെയ്യേണ്ടത് നമ്മുടെ നാടിനെ നല്ല രീതിയിൽ നയിച്ചുകൊണ്ടിരുന്ന ഇത്തരം പാരലൽ സംവിധാനങ്ങൾക്ക് കൂടുതൽ ശക്തി വരിക.